ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എല്ലാ കാലത്തും അഭിമാനമുള്ള ഒരു ആരോഗ്യ മേഖലയായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതിൽ ചില വീഴ്ചകൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് അവിടെ പിഴവ് വന്നത്? കേരളത്തിന്റെ ആരോഗ്യ മേഖല അതീവ ദയനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അതേപോലെ നമ്മുടെ കെ കരുണാകരന്റെ മകൻ കെ മുരളീധരനും നമ്മുടെ കേരളത്തിന്റെ ആരോഗ്യ മേഖല മോർച്ചറിയിലാണെന്ന് പറയുന്നു. ആരോഗ്യമന്ത്രി പറയുന്നു എല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണ്, സിസ്റ്റത്തിന്റെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. പക്ഷേ കേരള ഗവൺമെന്റ് പറയുന്നു ആരോഗ്യ മേഖലയിൽ നമ്പർ 1. ആ നമ്പർ 1 നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ഉഷ എന്ന ആ ഒരു സ്ത്രീയുടെ ദയനീയ മുഖമാണ് കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലെയും മനുഷ്യന്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത്. ഒരു ഡോക്ടറൊന്നും വേണ്ട, എക്സ്റേ പരിശോധിച്ചിട്ട് അതിൽ കത്രികയുണ്ടെന്ന് കണ്ടുപിടിക്കാം. വളരെ വ്യക്തമായി ആ എക്സ്റേ കാരണം 5 വർഷമായി ടീത്തിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ കഴിഞ്ഞു കൂടുകയാണ്. അതേപോലെ അതിനു മുമ്പ് ഒരു സ്ത്രീ ഇപ്പോഴും കത്രിക കൊണ്ട് വെച്ച് നടക്കുകയാണ്. മറ്റൊരു സ്ത്രീ ഈ പഞ്ഞിന്റെയും മറ്റും അവശേഷങ്ങളൊക്കെ വയറ്റിൽ ഏറി നടക്കുകയായി. എന്താണ് ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ? കുറച്ചു നാൾ മുമ്പേ നമ്മൾ കണ്ടതാണല്ലോ, ഒരു ഭാര്യയും ഭർത്താവും പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെല്ലുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞൻ അവരുടെ അശ്രദ്ധ കൊണ്ട് മരണപ്പെടുന്നു. അത് മാത്രമല്ല, ആ ഡോക്ടർ 2 തവണയായി 10,000 ധർമാശുപത്രിയിലെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആ ഡോക്ടർ 2 തവണയായി 10,000 രൂപ. എവിടെയായി സിസ്റ്റത്തിന്റെ തകരാറ്? എവിടെയാണ് കിടക്കുന്നത്? അതിനു മുമ്പേ നമ്മൾ കണ്ടല്ലോ, ഒരു ഹോസ്പിറ്റലിൽ ഇടിഞ്ഞു വീഴാൻ പോകുന്നു, അത് ഉടനെ മാറ്റണം എന്ന് പറഞ്ഞിട്ട് മാറ്റാതെ അവിടെ ഒരു ബാത്റൂമിൽ പോയ സ്ത്രീ അതിന് അടിയിൽപ്പെട്ട് മരണപ്പെടുന്നു. എന്നിട്ട് പോലും വളരെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ പോകാൻ സാധ്യതയുള്ളെന്ന് അവർ കാണുന്നത്. എവിടെയാണ്, എങ്ങനെയാണ് ഈ സിസ്റ്റം ഈ രീതിയിൽ ആയിട്ടുള്ളത്? ആര് ചിറക്കൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ. പാവപ്പെട്ട രോഗികൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുന്നു, ഓരോ ദിവസവും മാസങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അവർക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ ഉപകരണങ്ങളില്ല. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടായി? അത് ഇതിനെക്കുറിച്ചൊക്കെ വേണ്ട വിധത്തിൽ അന്വേഷണം നടത്തുകയും പഠനം നടത്തുകയും ഇവരുമായി ആരോഗ്യ വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയും വേണ്ടുന്ന നടപടി സ്വീകരിക്കേണ്ട ഗവൺമെന്റ് സംവിധാനം എവിടെ പോയി? എവിടെയാണ് സിസ്റ്റത്തിന്റെ തകരാറ്? എവിടെയാണ് സിസ്റ്റത്തിന്റെ? ഹോസ്പിറ്റലിൽ മരുന്ന് വിതരണം ചെയ്ത കമ്പനി പറയുന്നു ഞങ്ങൾക്ക് പൈസ തരുന്നില്ല, ഞങ്ങൾക്ക് പൈസ തരാതെ നമുക്ക് മരുന്ന് തരാൻ കഴിയില്ല, നമ്മൾ കൊടുത്ത മരുന്ന് ഞങ്ങൾ തിരിച്ചെടുക്കാൻ പോകുന്നു. എന്താണ് ഈ സിസ്റ്റം? എവിടെയാണ് കിടക്കുന്നത്? അതുകൊണ്ട് സിസ്റ്റത്തിന് പരിപൂർണമായ ഒരു മാറ്റം ഉണ്ടാവണം. ആ മാറ്റത്തിന് വേണ്ടിയാണ് കേരള ജനത ആഗ്രഹിക്കുന്നത്. കേരള ജനത അങ്ങനെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും സമയം വരില്ല. വിജയകുമാറാണ് പട്ടാമ്പിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണ് എന്ന് പ്രതിപക്ഷത്തെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ആരോപണം ഉന്നയിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഇതെത്തിയത്? ശ്രീ വിജയകുമാർ, താങ്കൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ വിജയകുമാർ, താങ്കൾ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മറുപടി പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ ഫോൺ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, അത് കാരണേ ഞാൻ ഒഴിവാകട്ടെ. ഫോൺ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എന്നാൽ പിന്നീട് ഫോൺ ക്ലിയർ ആയി കിട്ടുമ്പോൾ വിളിക്കൂ ശ്രീ വിജയകുമാർ. ശ്രീ സജിയാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സജി, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത്? നമസ്കാരം. ഒരു ക്ഷമിക്കാൻ വലിയ തെറ്റ് ഡോക്ടർമാരെ വന്നിട്ടുണ്ട്. അത് നമ്മള് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. ഡോക്ടർമാരെ അത്ര വലിയ വിളിച്ചു വന്നത്. പക്ഷെ ഹലോ, താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നില്ല ശ്രീ സജി. ഞാൻ അതെ, ഡോക്ടർമാരുടെ ഭാഗത്ത് ക്ഷമിക്കാൻ പാടില്ലാത്ത വീഴ്ച വന്നിട്ടുണ്ട്. ഹലോ, താങ്കളെ TV മ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായി പറയാം. TV മ്യൂട്ട് ചെയ്തേക്കാണല്ലോ. പറഞ്ഞോളൂ. അപ്പൊ അത് ഡോക്ടർമാർക്ക് ഒരു ക്ഷമിക്കാൻ പാടില്ലാത്ത തെറ്റ് വന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.